സിജിക്കുട്ട ചിക്കൻ ഇട്ടിട്ടുണ്ട്, അതിന് മേലെ ചക്ക ഇടുക. ബിരിയാണിക്കുള്ള ചക്ക, ചിക്കനും ചക്കയും കൊണ്ടുള്ള ബിരിയാണി. സൂപ്പർ ബിരിയാണിയാണ് വെക്കുന്നത് സിജു. 20 മിനിറ്റായി. നോക്ക് സിജിക്കുട്ട ബിരിയാണി ഇതാ. നോക്ക് സിജിക്കുട്ട ഇതാ ബിരിയാണി ഇതാ. ഇതാ ബിരിയാണി റെഡിയായി സിജ. ഇതാ നോക്കതാ. ഹായ്, ബിരിയാണി സൂപ്പർ ബിരിയാണി സിജിക്കുട്ട. ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചക്കയും ചിക്കനും ചേർത്തിട്ടുള്ള ബിരിയാണിയാണ്, രാബത്തർ ബിരിയാണി. പക്ഷെ രാബത്തന്മാരാരും ചക്കയും കൊണ്ട് ബിരിയാണി വെക്കില്ല. അത് ഞമ്മൻ്റെ വക ആ മെത്തേഡിൽ ചക്ക ചേർത്ത് ചെയ്യണം. സിജിക്കുട്ട തുടങ്ങുക. അപ്പോൾ അതിനാവശ്യ സാധനങ്ങൾ: ചെറിയ ചക്ക, പിങ്ക് ചക്ക, 1 കിലോ അരി, ചിക്കൻ, നെയ്യ്, 6 തക്കാളി, ചെറിയ ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് ചേർക്കണ്, 1 നാരങ്ങ, 6 വലിയുള്ളി, പട്ട, കറാമ്പു, ഏലക്കായി 3 എണ്ണം, മുളക് 6 എണ്ണം, ബിരിയാണി മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുതിന ഇല, മല്ലിയില, ഓയിൽ. ഏറാക്ക സിജിക്കുട്ട. ചക്ക മുറിക്കാം. നമുക്ക് ആദ്യം ചക്ക മുറിക്കാം. ചക്ക മുറിക്കുക സിജിക്കുട്ട. പിന്ത് ചക്ക ചെയ്തുകൊണ്ട് നല്ല ബലം ഉണ്ടാവും. അങ്ങനെ ചത്തനട്ടാ നോക്കുതാ. ഇങ്ങനെ ചത്തന. മാമാൻ്റെ കയ്യിൽ പിടിച്ചാൽ തന്നെ സിജിക്കുട്ടി ചെത്തിയ മാതിരിയായി. ഇനി സിജിക്കുട്ടിൻ്റെ കുട്ടാ ഇതാ. ഇനി ഇതിൽ വാരിയിട്ട് ചെറുതായി മുട്ടി വിട്ടാ. എന്നിട്ട് ഇങ്ങനെ ചെറുതായി മുറുക്കിട്ടാ. കൈ തട്ടണ്ട. ശരി ചെറുതായി മുറുക്കി പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശരി, അതൊന്നും കുഴപ്പമില്ല. സിജി മുറുക്കിന് ശരി തന്നെ. ചെറുതായി മുറിക്കാൻ പറയും. എന്നെ പഠിപ്പിക്കുന്നതാണ് ശരിക്കുട്ടി പറയുന്നത്. ഇനി ഇത് മുറിക്കുന്ന നേരെ മുറിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുന്നതാണ് സിജു പറയുന്നത്. ശരി മതി. ശരി, വെള്ളം ഒഴിച്ച അരിയിൽ കുതിരാനിടണം കേട്ടാ. സിജുവിനെല്ലാം അറിയാം. 2 സ്പൂൺ നെയ്യ് ആദ്യം ഇടുക, ഒഴിക്കുക. സിജു ഒഴിച്ച. പിടിക്കുന്നത് പാത്രത്തിൽ പിടിക്കും. എണ്ണ ചൂടായി. 1 കിലോയിലേക്ക് 250 അല്ലെങ്കിൽ 300 മില്ലി വരെ ഓയിൽ നെയ്യും കൂടി ആവശ്യമാണ്. അത്രയാണ് ഇതിൽ ആവശ്യം 1 കിലോയ്ക്ക്. സിജുക്കുട്ട ഇടും. സിജു ഇളക്ക് കൂട്ടാ. പട്ട കറാമ്പ് ഇളക്ക്. നേരെ മുറുക്ക പിടിക്കും. സിജുക്കുട്ട, നമ്മളെന്താണ് ഉണ്ടാക്കുന്നത്? ബിരിയാണി. പറ. ബിരിയാണി, ചിക്കൻ, ചക്ക എല്ലാം ഇട്ടിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോഴല്ലേ സിജു ചക്കയൊക്കെ തിന്നുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ മാത്രം തിന്നും. എന്നാലും അവൻ ചക്ക തിന്നുള്ളൂ. ഇതാകുമ്പോൾ ചിക്കനാണ് വിചാരിച്ചിട്ട് അവൻ ചക്കനെയൊക്കെ എടുത്ത് തിന്നും. അതേ ടേസ്റ്റിനുണ്ടാവും. അതിനാണ് അവനെ പറ്റിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അവനിക്ക് അറിയൊക്കെ ചെയ്യും. ഇല്ല സിജിക്കുട്ടാ, അവനിക്ക് എല്ലാം അറിയും. മാമി എന്നാലും ഇടയിക്കൂടെ അവരെ പറ്റിക്കല്. സിജുവിനെല്ലാം അറിയും. സിജ പച്ചമുളക് ഇട്. പച്ചമുളക്, പുതിന ഇല ഇട്. പുതിന ഇല, മല്ലിയില, ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. ഇതാ ഗരം മസാലപ്പൊടി ഉണ്ട്. ഇളക്ക്. ഇട്ടത് ബിരിയാണി മസാലപ്പൊടിയാണ്. നന്നായി ഇളക്ക് സിജു. കാശ്മീരി മുളകും സാദാ മുളകിൻ്റെ പൊടിയാണ്. ഇതാ അതൊരു 2 സ്പൂൺ 3 സ്പൂൺ വെച്ച് ഇടുന്നുണ്ട് ഏകദേശം. എരിവിനനുസരിച്ച് ഇടാം. ഇവിടെ തക്കാളി ഇടുന്ന
ഉപ്പിട്, ആവശ്യത്തിനുള്ള ഉപ്പിടുക കുറച്ച്. ചക്കയും ചിക്കനും കൊണ്ട് ബിരിയാണി വെക്കുക. ഇറച്ചി ചിക്കൻ ഇടും. ഇളക്കുന്ന ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിന് മേലെ ചക്ക ഇടുക. ബിരിയാണിക്കുള്ള ചക്ക. ചിക്കനും ചക്കയും കൊണ്ടുള്ള ബിരിയാണി. സൂപ്പർ ബിരിയാണിയാണ് വെക്കുന്നത് സിജു. ചക്കയും ചിക്കനും നന്നായി ഇളക്ക് സിജു. മസാലയിൽ ഇളകി വരട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല, അടിപ്പിടിക്കും. അതിനാണ് കുറച്ച് വെള്ളം. ഉരുളക്കിഴങ്ങ് ചക്കയ്ക്കും ചിക്കനിക്കും ഒരേ ഭാവമാണ്, അതുകൊണ്ടാണ് രണ്ടും ഒപ്പം ഇട്ടത്. ഉരുളക്കിഴങ്ങ് നിർബന്ധമുള്ള കാര്യമല്ല, ഞാനിട്ടതാണ് 2-3 ഉണ്ടായിരുന്നപ്പോൾ. പിന്നെ രാവത്തന്മാരാരും ചക്കയിട്ട് വെക്കില്ല. അവരറിഞ്ഞ എന്നെ തല്ലി അങ്ങോട്ട് കൊല്ലും. എല്ലാവരും കൂടി വന്നാൽ വഴക്കിന് വരും. അവരിൻ്റെ പാരമ്പര്യ ഇതാണ് രാവത്തർ ബിരിയാണി. അതിനെക്കൊണ്ട് ഞാൻ ചക്കയിട്ട് കണ്ട് വെച്ച് അവർ വെറുതെ വിളിച്ചു എന്നെ കണ്ട. ശരിക്കുട്ടാ അടിച്ചു വെക്കും. അടിച്ചിക്കുട്ട നോക്ക്, നമ്മൾ എന്താണ് അറിയ വെക്കുന്നത്? ചിക്കൻ, ചക്ക. ഇഷ്ടപ്പെട്ടില്ല, പഠിപ്പിച്ചു തരാം. ചിക്കൻ, ചക്ക, ബിരിയാണി. സിജുവിന് ഇഷ്ടമല്ലേ? സിജു എപ്പോഴും ഇവിടെയാണ് ഊഞ്ഞാലിരുന്ന് ആടുക. അവനിക്ക് നല്ല സന്തോഷം ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാൻ. ഇവിടെ അത്ര വേനൽക്കാലമായാലും ഇവിടെ തണുപ്പ് മാതിരിയാണ്, എയർ കണ്ടീഷൻ മാതിരിയാണ്. കണ്ടില്ലേ, ചുറ്റും മരങ്ങളും ചെടികളായിട്ട് വേനൽക്കാലത്തിൻ്റെ ഒരു ഇതേ അറിയില്ല. ഇവിടെ ഇരുന്ന നല്ല സുഖമാണ്. സിജുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കട്ടാ. സിജുക്കുട്ടിനേക്ക് നോലുമ്പും ഇല്ല, ഒന്നുമില്ല. രാത്രി ആടും. രാത്രി ചിലപ്പോൾ സിജു 1 മണിക്ക് വന്നിട്ട് ഊഞ്ഞാലാടും. സിജുവിന് ഉറക്കം വന്നില്ലെങ്കിൽ സിജു ഓടിച്ച് വന്നിട്ട് ഊഞ്ഞാലാടും. അപ്പോൾ കൂടെ മാമാനെയും വിളിച്ചിട്ട് വരും സിജു. ഇല്ലേ? വരാ. സിജുവിന് ചിക്കനാ ഇഷ്ടം, ചക്കയാ ഇഷ്ടം? പറ, ഏതാ ഇഷ്ടം? പറ, ഏതാ ഇഷ്ടം? ചിക്കനാ അത് ചക്കയാ? ചക്ക. സിജുവിന് ചക്കയാ ഇഷ്ടം അല്ലേ? ബിരിയാണി ഇഷ്ടമല്ലേ? ആന്ന്, ബിരിയാണി ഇഷ്ടമാണ്. സിജുവിന് എല്ലാം ഇഷ്ടമാണ്. സിജു ഇങ്ങനെ കാലൊക്കെ മടക്കിയിട്ടേ ഇരിക്കുള്ളൂ. കാറിൽ പോകണമെങ്കിൽ ഇങ്ങനെ മടക്കിയായിട്ട് ഇരിക്കുക. ഊണൊഴിക്കാൻ ചെയറിലിരുന്നാലും ഇങ്ങനെ മടക്കിയിട്ടേ ഇരിക്കുക. തുറക്ക്, വെന്താ നോക്കുക. തുറന്ന് പാത്രത്തിലേക്ക് തുറക്ക്. വെന്താ നോക്കുക. വെന്തു സിജു, ഇറച്ചിയൊക്കെ വെന്തു. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാമല്ലോ. ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. ഇറച്ചിയും ചിക്കനും ഒരേ വേവാണിത്. 2 തുല്യ വേവാണ്. ചെല്ലിയ ഇത് വ്യത്യസ്തം ഉണ്ടാവും, പക്ഷേ ഇത് തുല്യ വേവാണ്. ഓരോ ചക്കയ്ക്ക് ഓരോ ചിക്കനിക്ക് വേവിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ അറിയണ ചക്കയാണ്. നേരത്തെ വെച്ച് നോക്കിയത് കൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ശീക്കുട്ട വെന്തോ നോക്കട്ടെ. അത് മാമ ഇതാ വെന്തു. സിജ ഇതാ വെന്തു. അപ്പം നമുക്കിനി വെള്ളം ഒഴിക്കാം. കൊടുക്കാൻ ചക്ക മാറ്റി വെച്ചപ്പോൾ ആൾക്കൊരു സന്തോഷം. കൊടുക്കാൻ ചക്ക മാറ്റി വെച്ചാണ് മാമ. വെന്താ നോക്കാനേ. ചിരിക്കുട്ടാ, എന്താ ചിരി? ചിരിച്ചിരിക്കണ സിജുവിന് തിരിയാണ്. വെള്ളം ഒഴിക്കട്ടെ. ചിരിക്കുട്ട വെള്ളം ഒഴുക്കി. 1 1/2 വെള്ളം. ഒരു പാത്രം ഒരുക്കി, വടിച്ചിട്ടുള്ള ഒരു പാത്രം ഒരുക്കി 1/2 വെള്ളമാണ് എടുക്കുക. അത് പറഞ്ഞാൽ അധികം മൂപ്പാകാത്ത അരിക്ക്, അധികം പഴക്കമില്ലാത്ത അരിക്ക്. ഇത് കുറച്ച് പഴക്കം കൂടിയ അരിയാണ്, അതിന് 1/2. ഇതൊന്നും കൂടുതൽ പഴക്കമുള്ളതിന് 2 പാത്രം എടുക്കണം. 2 പാത്രം പറഞ്ഞാൽ ഒരു പാത്രത്തിന് 2 പാത്രം. ഇതിന് നമ്മൾ 1.25 ഒഴിക്കണത്. പിന്നെ ഇറച്ചിയിലോ ഇതിലോ വെള്ളം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യണം. പാത്രം കളച്ചു നാരിയിടുക. പിടിക്ക് സിജു. സന്തോഷം. ബിരിയാണി വന്ന അവനക്ക് സന്തോഷം തന്നെ. സിജ കുറച്ച് ഉപ്പിടുന്ന. ഉപ്പ്
നാരങ്ങ ഒഴിക്കുന്ന നാരങ്ങ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് മാമിയിടാം. സിജി ഒന്ന് മൂടി വയ്ക്കും. നല്ല പേടിയുണ്ട്. എങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നത് മുകളിലൊക്കെ നിറയുണ്ട് ചക്ക. ഇതാ അല്ലേ, മുകളിലൊക്കെ നിറയെ ചക്കയുണ്ട്. പറഞ്ഞോളൂ. ദമ്മറിൻ്റെ പാവുമായി ഇതാ അരിയും വെള്ളവും ഒപ്പുമായി. അപ്പോൾ നമുക്കിനി ദമ്മിടാം. കുറച്ച് മല്ലിയരി ഇടുക. ചീക്കുട്ട പിടിക്കുന്നു. ഇതല്ല അരിയും വെള്ളവും ഒപ്പമായി നമുക്കിനി തീ കുറച്ച് കൊടുത്തിട്ട് ദമ്മിടാം. ചീക്കുട്ട ഇതാ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 സ്പൂൺ നെയ്യ് മേലെ. ഇനി നമുക്ക് തീ കുറയ്ക്കണം. ഏറ്റവും കുറഞ്ഞ ഇതിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഒപ്പുമായിരിക്കണം വെള്ളം. ആ സമയത്താണ് ദമ്മിടൽ. റെഡി. നമ്മളിവിടെ ഇത് വെക്കുന്നുണ്ട്. പേപ്പർ അതിൽ ചൂട് കുറയാൻ വേണ്ടിയിട്ട് അലുമിനിയം പേപ്പർ വെക്കും. അപ്പം ചൂട് കുറവാതിക്ക് അടിക്കുള്ളൂ. ഒരു 20 മിനിറ്റ് ഞാൻ അടിക്കാം. സിജിക്കുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നോക്കുക, 20 മിനിറ്റായി. നോക്ക് സിജിക്കുട്ട ബിരിയാണി ഇതാ. നോക്ക് സിജിക്കുട്ട ഇതാ ബിരിയാണി ഇതാ. ഇതാ ബിരിയാണി റെഡിയായി സിജാതാ. നോക്കുക. ഹായ് ബിരിയാണി സൂപ്പർ ബിരിയാണി സിജിക്കുട്ട. ബിരിയാണി സൂപ്പറായി വന്നിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി കേട്ടാ. രാവത്ര ബിരിയാണി ഇങ്ങനെ ഒലർന്നിരിക്കില്ല, അരികളൊന്നും വിട്ടിരിക്കില്ല. ഇതേമാതിരി ഇങ്ങനെ ഒട്ടിയിട്ടാണ് ഇരിക്കുക. ആറുമ്പോൾ കുറച്ചും കൂടി ഈ ഒട്ടൽ പോകും. ഇങ്ങനെ ഒട്ടിയിട്ട് തന്നെയാണ് ഇരിക്കുക. ഇത്ര മയവും ഉണ്ടാവും രാവത്ര ബിരിയാണി. ബിരിയാണിയൊക്കെ നല്ല മണമുണ്ട്. എനിക്ക് കഴിക്കാൻ പറ്റില്ല, നോലും വായിച്ച്. സിജിക്കുട്ടിക്ക് കഴിക്കാൻ പറ്റും. സിജിക്കുട്ടിക്ക് ഇപ്പോൾ തരാട്ടാ. ഒരു പാത്രം കൊടുക്കുക, സിജിക്കുട്ടിക്ക് കൊടുക്കുക. സിജിക്കുട്ടിക്ക് പാത്രം പിടിക്കും. മാമ സിജിക്കുട്ടിക്ക് ബിരിയാണി തരാട്ടാ. അതാ സിജിക്കുട്ടിക്ക് ബിരിയാണി. ഇനി അടുത്ത പാത്രം. സിജുവിന് ചക്ക വേണോ ചിക്കൻ വേണോ? ഏതാ വേണ്ടത്? അവനിക്ക് ഏതാ വേണ്ടത്? അവനിക്ക് ചിക്കൻ തന്നെ. ഇത് മാമ തിന്നോക്ക്, ചക്ക തിന്നോക്ക്. ഇനി ഇത്തിരി ചോറ് മാമ വായിത്തരാം. മാമാക്ക് ഇപ്പോൾ ഒന്നും സാമ്പിൾ നോക്കാൻ പറ്റില്ല. സിജിക്കുട്ട നോക്കിയിട്ട് പറ. ഇങ്ങനെ കടിക്കും. നന്നായി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബിരിയാണിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ചിക്കനും ചക്കയും കൊണ്ടുള്ള ബിരിയാണി, റാവത്തർ ബിരിയാണി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബിരിയാണി സൂപ്പറായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും നിറയെ കമൻറ്റ് ചെയ്യണം. ഇനി പിന്നെ ചക്കയും ബീഫ് ഇട്ടിട്ടുള്ള ബിരിയാണിയും കൂടി അടുത്ത് തന്നെ ഉണ്ടാക്കും. ബൈ. ശരിക്കുട്ടൻ ബൈ പറ.